എന്തായാലും രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെയാണ്. മഹായുതിയുടെ ഭരണ തുടർച്ചയോ മഹാവികാസ് അഘാഡിയുടെ അട്ടിമറി ജയമോ എന്ന് നാളെ അറിയാം. എക്സിറ്റ് പോളുകളുടെ ആത്മവിശ്വാസത്തിൽ ബിജെപിയും എക്സാറ്റ് പോളിൽ വിജയം ഉറപ്പ് എന്ന പ്രതീക്ഷയിൽ കോൺഗ്രസും ഇപ്പോഴും ആത്മവിശ്വാസം കൈവിട്ടിട്ടില്ല. മഹാരാഷ്ട്രയിൽ ഭരണ തുടർച്ച പ്രതീക്ഷിച്ച മഹായുതി ബിജെപിയും മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന ശിവസേനയും ഉപമുഖ്യമന്ത്രി അജിത് പവാർ നയിക്കുന്ന എൻസിപിയും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. മറുഭാഗത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയം ആവർത്തിക്കാമെന്ന പ്രതീക്ഷയിൽ മഹാവികാസ് അഘാഡി. കോൺഗ്രസും ശരത് പവാർ വിഭാഗം എൻസിപിയും ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയും കേവല ഭൂരിപക്ഷമായ 245 മറികടക്കുമെന്ന പ്രതീക്ഷയിലാണ്. എക്സിറ്റ് പോളുകൾ ഭൂരിപക്ഷവും മഹായുതിക്ക് ഭരണം പ്രവചിക്കുന്നു. മഹാരാഷ്ട്രയിൽ ബിജെപിക്കും കോൺഗ്രസിനും മാത്രമല്ല, ഇരു ശിവസേനകൾക്കും എൻസിപിയിലെ ഇരുപക്ഷത്തിനും നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. ഇരു ശിവസേനകളിൽ ആർക്കാണ് കരുത്തുന്നത് ഉദ്ധവ് താക്കറയ്ക്കും ഏക്നാഥ് ഷിൻഡെയ്ക്കും ഒരുപോലെ പ്രധാനമാണ്. ശരത് പവാറിനോ അജിത് പവാറിനോ പവർ എന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാകും വരിക. വിജയപ്രതീക്ഷയിൽ ഇരുമുന്നണി നേതാക്കളും യോഗം ചേർന്നു. ഒപ്പം നിൽക്കുന്നവർ മറുകണ്ഠം ചാടാതിരിക്കാനും ചെറുകക്ഷികളെ കൂടെ കൂട്ടാനുമുള്ള ശ്രമം ബിജെപി തുടങ്ങിക്കഴിഞ്ഞു. അജിത് പവാർ നയിക്കുന്ന എൻസിപിയുടെ സീറ്റുകൾ ഭൂരിപക്ഷത്തിന് അനിവാര്യമായാൽ അജിത് പവാർ വിലപേശുമോ എന്ന ആശങ്ക ബിജെപി ക്യാമ്പിനുണ്ട്. കഴിഞ്ഞ തവണ ഉദ്ധവ് താക്കറയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകി ശിവസേനയെ അടർത്തി ബിജെപി ഭരണം അട്ടിമറിച്ച പവാർ തന്ത്രം ഇക്കുറി തടയാനുള്ള മുൻകരുതലുകൾ ബിജെപി എടുത്തിട്ടുണ്ട്. ഏതു മുന്നണിയായാലും ഭൂരിപക്ഷം തീരെ ചെറുതെങ്കിൽ മഹാരാഷ്ട്രയിൽ എന്തും സംഭവിക്കാം. ഇതാണ് ചരിത്രം നൽകുന്ന പാഠം. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. എന്തെങ്കിലും ഒക്കെ മഹാരാഷ്ട്രയിൽ സംഭവിച്ചാൽ, അതായത് ഏതെങ്കിലും ഒരു മുന്നണിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഇല്ല എങ്കിൽ ഏറ്റവും നിർണായകമാവുക അജിത് പവാറിന്റെ നിലപാട് തന്നെയാകും. നിലവിൽ മഹായുതിയുടെ ഭാഗമാണ് എങ്കിലും എൻസിപി തലവൻ മറുകണ്ഠം ചാടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അത് തടയാനുള്ള വഴികൾ ബിജെപിയും തേടുന്നുണ്ട്. മത്സരിച്ച് ജയിച്ച മുന്നണി വിട്ട് പാർട്ടികളും പാർട്ടി പിളർത്തി നേതാക്കളും മറുകണ്ഠം ചാടുന്നത് മഹാരാഷ്ട്രയിൽ പുതുമയല്ല. ജയിച്ച മുന്നണി വിട്ട് കോൺഗ്രസിലും എൻസിപിക്കും ഒപ്പം ചേർന്നാണ് ശിവസേനയിലെ ഉദ്ധവ് താക്കറെ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയായത്. ജയിച്ച പാർട്ടി പിളർത്തി മറുകണ്ഠം ചാടിയാണ് ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയായത്. മഹാരാഷ്ട്രയിലെ ഒന്നാം നിര നേതാക്കളിൽ ഏറ്റവും കൂടുതൽ തവണ മറുകണ്ഠം ചാടിയിട്ടുള്ള നേതാവാണ് അജിത് പവാർ. അജിത് പവാർ 5 തവണ ഉപമുഖ്യമന്ത്രിയായി. കോൺഗ്രസിലെ പൃഥ്വിരാജ് ചവാനൊപ്പവും ശിവസേനയിലെ ഉദ്ധവ് താക്കറയ്ക്കും ഏക്നാഥ് ഷിൻഡെയ്ക്കൊപ്പവും ഉപമുഖ്യമന്ത്രിയായിരുന്നു. ഇടയ്ക്ക് 4 ദിവസം ബിജെപിയിലെ ദേവേന്ദ്ര ഫട്നാവിസിനൊപ്പവും ഉപമുഖ്യമന്ത്രിയായിരുന്നിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ വിവിധ മുന്നണികളിൽ നിന്നായി 3 മുഖ്യമന്ത്രിമാർ വന്നെങ്കിലും ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് അജിത് പവാർ തന്നെ തുടർന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തരം പോലെ ചാടാൻ ഒരു മടിയുമില്ലാത്ത നേതാവാണ് അജിത് പവാർ എന്ന് ചുരുക്കം. അജിത് പവാർ പക്ഷത്തിന്റെ പിന്തുണയില്ലാതെ മഹായുതിക്ക് ഭൂരിപക്ഷം കിട്ടാത്ത അവസ്ഥ വന്നാൽ അജിത് പവാർ വിലപേശുമെന്ന് ഉറപ്പ്. അമാവൻ ശരത് പവാറുമായി ഒരിക്കൽ കൂടി അടുക്കാൻ അജിത് പവാറിന് മടിയുണ്ടാവാനും വഴിയില്ല. ഇപ്പോൾ തന്നെ അജിത് പവാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെടുന്ന കൂറ്റൻ ഫ്ലെക്സുകൾ പൂനെയിലടക്കം ഉയർന്നു കഴിഞ്ഞു. ഈ അപകട സാധ്യത മുന്നിൽ കണ്ട് ബിജെപി മറുതന്ത്രം മെനഞ്ഞെന്നാണ് സൂചന. അജിത് പവാർ പോയാലും ഒപ്പമുള്ള MLA-മാർ പോവാതിരിക്കാനുള്ള വഴിയാണ് ബിജെപി തേടുന്നത്. ജയസാധ്യതയുള്ള നേതാക്കളുമായി ഇതിനകം ബിജെപി നേതൃത്വം ബന്ധപ്പെട്ട് കഴിഞ്ഞു. എൻസിപിയിലെ ഭൂരിപക്ഷം MLA-മാരെയും ഒപ്പം കൂട്ടി അജിത് പവാറിന് തടയിടുക എന്ന തന്ത്രമാണ് ബിജെപിയുടേത്. എന്തായാലും ഇതുവരെ പ്രതികരിക്കാൻ അജിത് പവാർ തയ്യാറായിട്ടില്ല. അവസരം നോക്കി കൃത്യമായി നീങ്ങുക എന്ന അജിത് പവാറിന്റെ രീതി ഇക്കുറി ഫലിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. അതേസമയം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA വിജയിക്കുമെന്ന് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്ന ജാർഖണ്ഡിൽ തികഞ്ഞ പ്രതീക്ഷയിൽ ആണ് ബിജെപി. സംസ്ഥാനത്ത് ഭരണം നിലനിർത്താൻ ആകുമെന്ന പ്രതീക്ഷയിലാണ് JMM-ഉം സഖ്യകക്ഷികളും. അവകാശവാദങ്ങൾക്ക് അടിവരയിടുന്നതിന് സ്വന്തം നിലയ്ക്ക് തയ്യാറാക്കിയ എക്സിറ്റ് പോൾ ഫലങ്ങളും JMM പുറത്തുവിട്ടിട്ടുണ്ട്.
ജാർഖണ്ഡിൽ എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുകയാണ് BJP. JMM സർക്കാരിന്റെ അഴിമതി ഭരണത്തിൽ ജനങ്ങൾ അസ്വസ്ഥരാണെന്നും അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും BJP പ്രസിഡന്റ് ബാബുലാൽ മറാണ്ടി. ക്രമസമാധാനം തകർന്നു, വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല, ബംഗ്ലാദേശികൾ നുഴഞ്ഞുകയർന്നു, ഇതെല്ലാം പ്രതികരണങ്ങൾ ഉണ്ടാക്കുമെന്നും BJP. हमें लगता है जो सीटें एग्जिट पोल दे रही हैं उनसे भी ज्यादा सीटें हमें आएंगी, क्योंकि एक जबरदस्त अंडर करेंट था. छात्रों में नाराजगी थी, महिलाओं में नाराजगी थी, किसानों में नाराजगी थी. सभी वर्गों को इन्होंने बड़े बड़े वायदे करके छला था. तो अब 23 नवंबर को हमें लगता है अब की बार एनडीए की सरकार സഖ്യകക്ഷികൾക്കൊപ്പം 81-ൽ 59 ഇടങ്ങളിൽ ജയിക്കുമെന്നും ബാക്കിയുള്ള സീറ്റുകളിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത് എന്നും JMM നേതാക്കൾ അവകാശപ്പെടുന്നു. JMM വിട്ട് BJPയിലെത്തിയ ചമ്പായ് സോറൻ സരായ്ക്കേലയിൽ തോൽക്കുമെന്ന് JMM ജനറൽ സെക്രട്ടറിയും വക്താവുമായ സുപ്രിയോ ഭട്ടാചാര്യ. कि हमारे 24 जिलों में 11 जिलों में भाजपा और उसके गठबंधन का खाता तक नहीं खुलेगा. ये आंकड़े बताते हैं कि हम 2/3 बहुमत के साथ सरकार बनाने जा रहे हैं. 81 അംഗ നിയമസഭയിലേക്ക് 2 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ് നടന്നത്. BJPയുടെ നേതൃത്വത്തിൽ ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ, ജനതാദൾ യുണൈറ്റഡ്, ലോക് ജൻശക്തി പാർട്ടി എന്നിവർ സഖ്യത്തിലാണ് മത്സരിച്ചത്. ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിൽ കോൺഗ്രസും RJDയും ഇടതു പാർട്ടികളുമാണ് അണിനിരന്നത്. ആദ്യ റൗണ്ട് വോട്ടെണ്ണലിന്റെ ഫലം രാവിലെ 9:30 പ്രതീക്ഷിക്കുന്നത്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. കിരൺ ബാബുവാണ് ഇലക്ഷൻ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. കിരൺ, 2 സംസ്ഥാനങ്ങൾ പ്രതീക്ഷകൾ എപ്രകാരമാണ്? അഭിലാഷ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണിയും NDAയും നേരിട്ട് ഏറ്റുമുട്ടുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ 2 സംസ്ഥാനങ്ങൾക്കും. മഹാരാഷ്ട്രയിലാണെങ്കിൽ മഹായുതിയും മഹാവികാസ് അഘാഡിയും, മഹായുതിയെ നയിക്കുന്നത് BJPയാണ്, മഹാവികാസ് അഘാഡിയെ കോൺഗ്രസും നയിക്കുന്നു. അങ്ങനെ കോൺഗ്രസും BJPയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ തന്നെയാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമാണ് ശിവസേനയിലെയും NCPയിലെയും ഇരുവിഭാഗങ്ങൾക്കും. ഈ ഇരുവിഭാഗങ്ങളിൽ ആർക്കാണ് കൂടുതൽ കരുത്ത് എന്ന് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാവും നാളെ വരിക. അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയെ സംബന്ധിച്ച് മഹായുതിക്ക് ഭൂരിപക്ഷം കിട്ടിയാലും അജിത് പവാറിന്റെ ചാഞ്ചാട്ടത്തിനുള്ള സാധ്യത BJP മുന്നിൽ കാണുന്നുണ്ട്. ഇത് മുന്നിൽ കണ്ടുള്ള അത് തടയാനുള്ള നീക്കങ്ങളും അജിത് പവാർ പക്ഷത്ത് വിജയസാധ്യതയുള്ള MLAമാരെയൊക്കെ നേരത്തെ തന്നെ ബന്ധപ്പെടാനുള്ള നീക്കങ്ങളും BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ എന്തായാലും കടുത്ത മത്സരത്തിലേക്ക് തന്നെയാണ്. ഭൂരിപക്ഷം എക്സിറ്റ് പോൾ ഫലങ്ങളും BJPക്ക് അനുകൂലമാണെങ്കിലും ചില എക്സിറ്റ് പോൾ ഫലങ്ങളെങ്കിലും നൽകുന്നത് മഹാവികാസ് അഘാഡിയുടെ ഒരു വിജയമാണ്. ഏതെങ്കിലും തരത്തിൽ ഇരു മുന്നണികൾക്കും ഭൂരിപക്ഷം കിട്ടാത്ത അവസ്ഥ വന്നാൽ ചെറു കക്ഷികളെ അടക്കം ഇപ്പോൾ തന്നെ ചില കക്ഷികളും ആരാണോ വിജയിക്കാൻ പോകുന്നത് അവർക്കൊപ്പം ചേരും എന്ന നിലയിലടക്കം പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ജാർഖണ്ഡിനെ സംബന്ധിച്ചാണെങ്കിൽ ജാർഖണ്ഡിൽ അധികാരം നിലനിർത്താൻ വേണ്ടിയാണ് പ്രധാനമായും ഹേമന്ത് സോറന്റെ നേതൃത്വത്തിലുള്ള JMM, കോൺഗ്രസ്, RJD, CPI, ML സഖ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ അത്തരം അവകാശവാദങ്ങളും പുറത്തുവിടുന്നുണ്ട്. ജാർഖണ്ഡിൽ പ്രധാനമായും BJP ഉന്നയിച്ചത് ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റ വിഷയമാണ്. ബംഗ്ലാദേശിൽ നിന്നുള്ള രോഹിംഗ്യൻ മുസ്ലിങ്ങൾ നുഴഞ്ഞുകയറുന്നു. അവർക്ക് റേഷൻ കാർഡ് അടക്കം എല്ലാവിധ സൗകര്യങ്ങളും നൽകി അവരെ നാട്ടിൽ പാർപ്പിച്ചുകൊണ്ട് ഗോത്രവർഗ മേഖലയിൽ അവരുടെ ജനസംഖ്യയ്ക്ക് ഒപ്പം ഈ കുടിയേറ്റക്കാരുടെ അല്ലെങ്കിൽ അവിടുത്തെ നുഴഞ്ഞുകയറ്റക്കാരുടെ ജനസംഖ്യ കൂടി എത്തുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുന്നു. ഇത് പ്രധാന വിഷയമായി തന്നെയാണ് BJP ഉയർത്തിക്കാട്ടിയത്. എന്തായാലും ഇത്തരം പ്രചരണങ്ങൾക്ക് ഏത് തരത്തിലേക്കുള്ള ഫലമാണ് ഉണ്ടാകുന്നതെന്ന് അറിയാനും നാളെ ഏതായാലും എല്ലാവരും കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം, അതിൽ ആധികാരികമായ ഡേറ്റകളും വിവരങ്ങളും ആയി ഞങ്ങൾ എത്തുക തന്നെ ചെയ്യും. ഇനി ഇന്നത്തെ പഞ്ച് ഡയലോഗ്.